ഇദം തേ നാതപസ്കായ ന ഭക്തായ കദാചന ന ച ശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയത്തെ യൈമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈഷ്യത്യ സംശയഃ ന ച തസ്മാത് മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാ ന ച മേ തസ്മാത് അന്യപ്രിയതരോ ഭുവി അധ്യേഷ്യത്തെ ച യൈമം ധർമ്മ്യം സംവാദമാവയോഃ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതിഃ ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദപി യോ നരഃ സോപി മുക്തഃ ശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം കച്ചിദേതശ്രുതം പാർത്ഥ ത്വയൈകാഗ്രേണ ചേതസാ കച്ചിദജ്ഞാനസമ്മോഹഃ പ്രനഷ്ടസ്തേ ധനഞ്ജയ. അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധാ ത്വത്പ്രസാദാത്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹഃ കരിഷ്യേ വചനം തവ. ഇത്യഹം വാസുദേവസ്യ സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദമിമം അശ്രൗഷം അദ്ഭുതം രോമഹർഷണം. വ്യാസപ്രസാദാശ്രുതവാനേതത് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണ സാക്ഷാത് കഥയത സ്വയം. രാജൻ സംസ്മൃത്യ സംവാദമിമമദ്ഭുതം കേശവാർജുനയോഃ പുണ്യം ഹൃഷ്യാമി ച മുഹുർമുഹുഃ. തച്ഛ സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേഃ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ പുനഃ. യത്ര യോഗേശ്വരഃ കൃഷ്ണഃ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാ നീതിർമതിർമമ. അഥ പ്രഥമോऽധ്യായഃ ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. നമ്മൾ ഈ അവസാനത്തെ ശ്ലോകത്തിന് ശേഷം ആദ്യത്തെ ശ്ലോകം ചൊല്ലി നിർത്തുന്നത് ഭഗവത്ഗീത പിന്നെയും തുടർന്ന് പഠിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. 67-ാമത്തെ ശ്ലോകം. ഇദം തേ നാ തപസ്കായ നാ ഭക്തായ കദാചന ന ച ശുശ്രൂഷവേ വാച്യം ന ച മാം യോഭ്യസൂയത്തെ. അപ്പം കഴിഞ്ഞ ശ്ലോകം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതാനും പേജുകൾ ഈ ഗീതയുടെ സാരമായിട്ട് ഭാഷ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. അതിൻ്റെ ഹിന്ദി അനുവാദവും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഗീത സാരം എന്താണെന്നുള്ളത്, ഗീതയുടെ കണ്ടന്റ് എന്താണെന്നുള്ളത് അതിനകത്ത് നമുക്ക് കിട്ടും. ഇദം തേ നാ തപസ്കായ, അങ്ങനെ ഭഗവത്ഗീത അവിടെ സമ്പൂർണ്ണമായി. ഇതിനുശേഷം ഇനിയിപ്പോൾ ഫലശ്രുതിയുടെ ഭാഗമാണുള്ളത്. ഇദം തേ നാ തപസ്കായ നാ ഭക്തായ കദാചന നച്ച അശുശ്രൂഷവേ. ഇതാണ് നച്ച ആശുശ്രൂഷവേ, നച്ച അശുശ്രൂഷവേ വാച്യം നച്ച മാം യോഭ്യസൂയതി. അപ്പോൾ ഇത്രയും നേരം ഭഗവാന് ഇത് ഭഗവത്ഗീതയുടെ ആദ്യം പറയേണ്ടതായിരുന്നതാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇത് തപസ്സില്ലാത്തവർക്ക്
പറഞ്ഞു കൊടുക്കരുത്. അതായത് അതപസ്കായ, തപസ്കഹ അതപസ്കഹ, തപസ്സില്ലാത്തവന് തേ ഉക്തം ഇതം വചഃ എന്നാണ് ഇവിടെ തേ എന്നുള്ളതിൻ്റെ അർത്ഥം. ന അതപസ്കായ, തപസ്സില്ലാത്തവന് കഥാചന ന വാച്യം എന്ന്. ന തപസ്കായ ന ഭക്തായ, അഭക്തായ, ഭക്തി ഇല്ലാത്തവനും ഭക്തനല്ലാത്തവനും ഉപദേശിക്കരുത്. കഥാചന ഒരിക്കലും. നച അശുശ്രൂഷവേ, ശുശ്രൂഷയില്ലാത്തവനും അതായത് ശ്രോതാവല്ലാത്തവനും ഉപദേശിക്കരുത്. അശുശ്രൂഷവേ. വാച്യം നചമാം യോഭ്യസൂയതി, അതേപോലെ ഭഗവാനോട് അസൂയുള്ളവനും ഉപദേശിക്കരുത്. ഇപ്പം ചുരുക്കത്തിലെന്ന് പറഞ്ഞാൽ തപസ്സില്ലാത്തവനും ഭക്തിയില്ലാത്തവനെയും പിന്നെ അതേമാതിരി ശുശ്രൂഷ ഇല്ലാത്തവനും ഗുരു ശുശ്രൂഷ എന്ന് പറയും. നമ്മൾ ഈ ശുശ്രൂഷ എന്നുള്ളതിന് ശ്രവണത്തിലുള്ള താല്പര്യം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. ശ്രോതുമിച്ഛ ശുശ്രൂഷ ആ അർത്ഥത്തിലെടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണെങ്കിൽ ശ്രവിക്കാൻ താല്പര്യമില്ലാത്തവനോടും ഇത് അതേമാതിരി ഭഗവാനോട് അസൂയ കാണിക്കുന്നവനും എന്നുള്ളത്. അപ്പോൾ അസൂയ എന്ന് പറഞ്ഞാൽ ദോഷദർശനത്തിനെയാണ് അസൂയ എന്ന് പറയുന്നത്. കുറ്റം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര മനസ്സിനുള്ളതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. ഗുണേഷു ദോഷദർശന അസൂയ, അതാണ് അതിൻ്റെ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉപദേശിക്കരുത് എന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭഗവത്ഗീതയുടെ ആരംഭത്തിലാണല്ലോ പറയേണ്ടതെന്ന്. കാരണം ഭഗവത്ഗീതയിലേക്ക് ഇവരാരും വരത്തില്ല. അതാണ്, തപസ്സില്ലാത്തവനും ഭക്തി ഇല്ലാത്തവനൊന്നും കേൾക്കാൻ വരത്തില്ല. പിന്നെ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഇപ്പോൾ ഇവരെ നന്നാക്കാൻ പോയിട്ട് പറയാമോ? പക്ഷെ അങ്ങനെ പറയണ്ട എന്നാണ് ഭഗവാൻ ഇവിടെ അവസാനം നമ്മളോടും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കാത്തവരടുത്ത് പോയിട്ട് ഇത് പറയാൻ പോകണ്ട എന്ന്, ഇതെല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് നാളെ തൊട്ട് ചെണ്ടയെടുത്തുകൊണ്ട് ഇറങ്ങണം എന്ന് പറഞ്ഞു വിടുന്നില്ല എന്ന് സാരം. അങ്ങനെ പറഞ്ഞു വിട്ടു കഴിയുമ്പോഴാണ് ഇതൊക്കെ നാട് മുഴുവനും നമ്മൾ ഈ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സാമൂഹികമായിട്ടുള്ളൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഭഗവത്ഗീത. സാമൂഹിക കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഗ്രന്ഥങ്ങളാണ്. അപ്രകാരം മറ്റുള്ളവരോട് അറിയിച്ചിട്ട് അവരെ എല്ലാം കൂട്ടത്തിൽ കൂട്ടാൻ പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും സാമൂഹികമായിട്ടുള്ള ഭരണം ലഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരേ തരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇതൊന്നും അങ്ങനെയൊന്നുമല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരമമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്നുള്ളത് സത്യം എന്താണെന്നുള്ളത് തിരിച്ചറിയുകയാണ്. സത്യം വേറെ, സമൂഹം വേറെ, ഇത് രണ്ടാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. സമൂഹത്തിൽ ഒച്ച വെച്ച് പഠിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ല. കാരണം ഇത് ഭഗവത്ഗീത ഒച്ച വെക്കാനുള്ളതല്ല, ഒറ്റയ്ക്ക് ഇരുന്ന് വിചാരം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ളത്. യൈമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈഷ്യത്യസംശയഃ. യൈമം പരമം ഗുഹ്യം അതായത് വളരെ രഹസ്യമായിട്ടുള്ള ഇമം പരമം ഗുഹ്യം, ഈ പരമമായിട്ടുള്ള ഗുഹ്യമായിട്ടുള്ള ഈ കാര്യം മദ്ഭക്തേഷു അഭിധാസ്യതി, ഭഗവാനോട് ഭക്തി ഉള്ളവർക്ക് ഭക്തേഷു ഭഗവാനിൽ ഭക്തിയുള്ളവരിൽ അഭിധാസ്യതി നീ പറയുന്നു എങ്കിൽ, ഭക്തിമയി പരാം കൃത്വ അത് ഭഗവാനിൽ ഭക്തിയോട് കൂടിയിട്ട് മാം ഏവ ഏഷ്യതി എന്നെ തന്നെ പ്രാപിക്കുന്നു അസംശയ, യാതൊരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട. അതായത് ഭഗവാനിൽ ഭക്തിയുള്ളവരടുത്ത് ഭക്തിയോട് കൂടിയിട്ട് നാം ഇത് ഉപദേശിക്കുന്നു എങ്കിൽ, അതായത് ചർച്ച നടത്തുന്നു പറയുന്നു എങ്കിൽ ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു എന്ന്.
ബോധയന്ത പരസ്പരം എന്നുള്ള ആ ഭക്തിസൂത്രത്തിൻ്റെ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയുള്ളത്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നുള്ളത്, അതായത് ഗീതാ വിചാരം നടത്തുക. ഭക്തന്മാർ പരസ്പരം ഗീതാ വിചാരം നടത്താം, അഥവാ ഇനി ഗീതാ വിചാരം ഈ അറിവുള്ളവർ ഭക്തിയുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കാം എന്നുള്ളത്. അതായത് ഭഗവത്ഗീത അറിയുന്നവർ എന്നുള്ള അർത്ഥത്തിൽ. കാരണം ഭക്തനായി എന്നുള്ളവൻ ഭഗവത്ഗീത അറിയണമെന്നില്ല, ഭാഗവതം പഠിക്കുന്ന ആളായിരിക്കാം. അപ്പോൾ അവർ ഭഗവത്ഗീത കേട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാം. ആ തരത്തിലുള്ള അർത്ഥങ്ങൾ എടുക്കാം. അതല്ല എങ്കിൽ പരസ്പരം ചർച്ച നടത്താം. ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിചാരം എന്ന് പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ ഈ സംവാദത്തിലും അല്ലെങ്കിൽ അതേമാതിരിയുള്ള ഉപദേശ പ്രചരണത്തിലും ഒക്കെ താല്പര്യം കാണിക്കാം എന്ന്. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഭക്തനായിരിക്കണം. ഭക്തന്മാരുടെ അടുത്ത് അതിനാണ് നമ്മൾ ഈ സത്സംഗങ്ങളൊക്കെ വെക്കുമ്പോൾ എല്ലാവരും ഭക്തന്മാർക്ക് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് ആരോടും പറയരുത് എന്നുള്ളതല്ല, അതുപോലെ അങ്ങനെ ഒരു നല്ല താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഇതൊക്കെ പറയാവുന്നുള്ളൂ. അല്ലാത്തവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത്. നച്ച തസ്മാത് മനുഷ്യേഷു കശ്ചിന്മേ പ്രിയ കൃത്തമഃ ഭവിതാ നച്ചമേ തസ്മാത് അന്യ പ്രിയതരോ ഭുവി. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, എനിക്ക് ഏറ്റവും പ്രിയമുള്ളവരാരാണെന്ന്. നച്ച തസ്മാത് മനുഷ്യേഷു മനുഷ്യരിൽ കശ്ചിന്മേ പ്രിയ കൃത്തമഃ, എനിക്ക് ഇതിൽ കൂടുതൽ പ്രിയം ചെയ്യുന്നവരായിട്ട് വേറെ ആരുമില്ല. ഭവിതാ നച്ചമേ, അതേമാതിരി ഇതിൽ കൂടുതൽ എനിക്ക് പ്രിയമുള്ളവരായിട്ടും വേറെ ആരും ഉണ്ടാവത്തില്ല. തസ്മാത് അന്യ പ്രിയതരോ ഭുവി. അപ്പം ഇങ്ങനെ ഉപദേശിക്കുന്ന ആളിന്, അതായത് ഇങ്ങനെ ഭക്തനടുത്ത് ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞ് ഭക്തിയോടുകൂടി പറഞ്ഞു കൊടുക്കുന്ന അവരെക്കാളും പ്രിയതരഹ അന്യഹ ഭുവി നചമേ, അതിൽ കൂടുതൽ പ്രിയമുള്ളവനായിട്ട് വേറെ ആരും എനിക്ക് ഈ ലോകത്തിൽ ഇല്ല. ഭുവി, ഈ ലോകത്തിൽ ഇല്ല എന്ന്. അതായത് ഭഗവത്ഗീത ഉപദേശിക്കുന്നവരാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രിയമുള്ളവർ എന്ന്. ഭഗവത്ഗീത പഠിക്കുന്നവർ ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രിയമുണ്ട്. അതോടൊപ്പം തന്നെ ഭഗവാന് അതിലും കൂടുതൽ പ്രിയം ഭഗവാന് ഭഗവത്ഗീത പറയുന്നവരടുത്താണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇപ്പോഴുള്ള പ്രിയം ഭഗവാൻ ഇപ്പോഴും നമ്മളോടൊരു പ്രിയം ഉണ്ടല്ലോ, ആ പ്രിയം കൂട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഭഗവത്ഗീത പഠിപ്പിക്കാൻ തുടങ്ങിയാൽ മതി. ആരെങ്കിലും ഒരാളെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരാളെന്നോ 1000 പേരെന്നോ നോക്കേണ്ട കാര്യമില്ല. 1000 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരാളെ ഉള്ളെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത പഠിപ്പിക്കുക. അത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയോട് കൂടിയിട്ട് ഭക്തന് പഠിപ്പിക്കണം. അപ്പോൾ 1000 പേരിൽ അതേമാതിരി ഭക്തിയോടുകൂടിയാണെങ്കിലും, പക്ഷേ 1000 പേരോടത്തും ഭക്തിയോടുകൂടി നമ്മൾ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അവരൊക്കെ വിട്ടുപിരിഞ്ഞു പോകും. അങ്ങനെ വരുമ്പോഴാണ് നമുക്കത് ഒരാൾ പഠിച്ചാലും 1000 പേര് പഠിച്ചാലും ഒരേപോലെയാണെന്നുള്ള രീതിയിൽ നമ്മൾ എടുത്താൽ മതി, വേറെ പ്രശ്നമില്ല. അധ്യേഷ്യത്തെ ചയാ ഇമം ധർമ്മ്യം സംവാദമാവയോഹോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതിഃ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ജ്ഞാനയജ്ഞേന. അങ്ങനെയാണ് നമുക്ക് ഈ ഭഗവത്ഗീത ജ്ഞാനയജ്ഞം എന്നുള്ളത് പോപ്പുലറായിട്ട് വന്നത്. അതുമാതിരി ഈ ശാസ്ത്രവിചാരമെല്ലാം ജ്ഞാനയജ്ഞം എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഈ ജ്ഞാനയജ്ഞം എന്നുള്ളത് പല പ്രാവശ്യം മുമ്പേ ആവർത്തിച്ചിട്ടുണ്ട്. ജ്ഞാനയജ്ഞം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഭഗവത് ഉപദേശത്തിനെ നമ്മൾ സ്വയം പഠിക്കലും മറ്റുള്ളവരെ പഠിപ്പിക്കലും ഒക്കെ ജ്ഞാനയജ്ഞം തന്നെയാണ്. അധ്യേഷ്യത്തെ ചൈമം ധർമ്മ്യം സംവാദമാവയോഹോ, ആവയോഹോ സംവാദം, ധർമ്മ്യം അതായത് ധർമ്മസ്വരൂപമായിട്ടുള്ള നമ്മുടെ ഈ സംവാദത്തെ, അതായത് ധർമ്മത്തെക്കുറിച്ചുള്ളതായ നമ്മുടെ ഈ സംവാദത്തെ, അല്ലെങ്കിൽ ധർമ്മം സംവാദ വിഷയമായിട്ടുള്ളതാണ് ഇവിടെ. അതുകൊണ്ട് ധർമ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ സംവാദത്തെ, ഇവിടെ ധർമ്മം എന്ന് പറയുമ്പോൾ ആത്മാ തന്നെ, ബ്രഹ്മസ്വരൂപം തന്നെയാണ് ഇവിടുത്തെ ധർമ്മം. ഈ അർത്ഥത്തിലൊക്കെ ഉണ്ട്, നമുക്ക് എടുക്കണം. പിന്നെ അതേമാതിരി പിന്നെ ധർമ്മം എന്ന് പറയുമ്പോൾ വിശാലമായിട്ടാണെങ്കിൽ ഈ ക്ഷത്രധർമ്മം, ബ്രാഹ്മണധർമ്മം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പം ചുരുക്കത്തിൽ ജ്ഞാനരൂപവും പിന്നെ കർമ്മയോഗവും ഈ 2 രൂപത്തിലുള്ളതാണ് ഈ ധർമ്മ്യം എന്നുള്ള വാക്കുകൊണ്ടുള്ളത്. അതാണ് നമ്മുടെ ഇവിടുത്തെ സംവാദമായിട്ടുള്ളത്. ആ സംവാദം ആവയോഹോ സംവാദം, ആവയോഹോ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഈ സംവാദത്തെ അധ്യേഷ്യത്തെ,
ഏതൊരുവൻ പഠിക്കുന്നുവോ, യൈമം യാതൊരുവനാണോ പഠിക്കുന്നത്, ജ്ഞാനയജ്ഞേന അധ്യേഷ്യതേ, ജ്ഞാനയജ്ഞത്തിലൂടെ ഇവൻ പഠിക്കുന്നത്. വിധി ജപോപാംശു മാനസാനാം യജ്ഞാനം ജ്ഞാനയജ്ഞഃ വിശിഷ്ടതമം എന്ന ഭാഷ്യത്തിൽ. അതായത് വിധി ജപോപാംശു മാനസാനാം യജ്ഞാനം. അപ്പം നമ്മൾ ഈ ജപം അത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഉപാംശു, പിന്നെ മാനസമായിട്ടുള്ള ജപം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് വിചാരം, അതായത് ഭഗവത്ഗീത പാരായണം എന്ന് പറയുന്നത് തന്നെ ഒരു പുണ്യജനകമായിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെയാണ് അപ്പം നമ്മൾ ഒറ്റയ്ക്കിരുന്നുകൊണ്ട് നോക്കി പതുക്കെ ജപിക്കുന്നത്, മറ്റുള്ളവർ കേൾക്കാതെ, പിന്നെ മനസ്സിൽ ജപിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ജപങ്ങൾ ധാരാളം നടക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ജപങ്ങളെക്കാളെല്ലാം ഉത്തമമായിട്ടുള്ളതാണ് ജ്ഞാനയജ്ഞം എന്നുള്ളത്. അപ്പം ജ്ഞാനയജ്ഞം എന്ന് പറയുമ്പോൾ അവിടെ വിചാരവും കൂടി ഉണ്ട്. അതാണ് നമ്മൾ ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. ആത്മജ്ഞാനം ലഭിക്കത്തക്ക വിധത്തിലുള്ള ഗീതാർത്ഥ വിചാരം ആണ് അവിടെ നടക്കുന്നത്. അതാണ് ജ്ഞാനയജ്ഞം എന്നുള്ളത്. അപ്പം മറ്റേത് ജപത്തിൽ മാത്രം നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളതിനെയൊക്കെ അപേക്ഷിച്ചിട്ട് ജ്ഞാനയജ്ഞം വിശിഷ്ടതരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംവാദത്തെ വെറുതെ അപ്പം ഭഗവത്ഗീത പാരായണം നടത്താം, അല്ലെങ്കിൽ ഭഗവത്ഗീത നമ്മൾ ഈ മത്സരത്തിന് വേണ്ടി കുട്ടികൾ പഠിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നിട്ട് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് പറയാൻ പറ്റുന്നു. അവിടെ തന്നെ നിൽക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കാര്യം ചെയ്തു എന്നുള്ള സംതൃപ്തിയിൽ പോകുന്ന ആൾക്കാരുമുണ്ട്. അപ്പം അത് അല്ല ജ്ഞാനയജ്ഞം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിധി ജപോപാംശു മാനസാനാം യജ്ഞാനം എന്നുള്ള പ്രയോഗം നടത്തിയത്. അപ്പോൾ അതൊക്കെ പാരായണം ജപം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിധിക്കുള്ളിൽ നിൽക്കുന്നു, ഒക്കെ പുണ്യം നൽകുന്നു. പക്ഷേ പുണ്യം നൽകുക എന്നുള്ളതല്ല ഇവിടുത്തെ ലക്ഷ്യം. ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ജ്ഞാനം തന്നെ നൽകുക എന്നുള്ളതാണ്. ഇപ്പം പുണ്യം വേറെ, ജ്ഞാനം വേറെ. ആത്മജ്ഞാനമാണ് ജ്ഞാനം എന്ന് ഉദ്ദേശിച്ചത്. ആത്മജ്ഞാനം തന്നെ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പുണ്യം ലഭിക്കാനും ഇതിൻ്റെ പാരായണം ചെയ്താൽ മതി. ഇതിൻ്റെ വിചാരം ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഭഗവത്ഗീത വിചാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആത്മജ്ഞാനം ലഭിക്കുന്നു. അപ്പം തേന ഈ ജ്ഞാനയജ്ഞത്താൽ അഹമിഷ്ടഃ സ്യാമിതി മേ മതിഃ. അഹമിഷ്ടഃ പൂജിതഃ സ്യാം ഭവേയം ഇതി മമ മതിഃ. അതിലൂടെ ഇഷ്ടഃ സ്യാമിതി, ഇഷ്ടഃ എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെടുന്നു എന്ന്. ഇപ്പം ഈ ജ്ഞാനയജ്ഞത്തിലൂടെ ഞാൻ പൂജിക്കപ്പെടുന്നു, ഇതാണ് എൻ്റെ മേ മതിഃ, ഇതെൻ്റെ ഉറച്ച നിശ്ചയം എന്ന്. അതായത് നമ്മുടെ ഈ സംവാദത്തെ യാതൊരുവനാണോ പഠിക്കുന്നത് അവൻ ജ്ഞാനയജ്ഞത്തിലൂടെ എന്നെ പൂജിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഉറച്ച നിശ്ചയം എന്ന്. ഇപ്പം ഭഗവാൻ യജ്ഞത്തിലൂടെയാണല്ലോ നാം ആരാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ജ്ഞാനവിചാരം ചെയ്യുമ്പോൾ ഭഗവാനെ ഈ ജ്ഞാനയജ്ഞത്തിലൂടെ ആരാധിക്കുകയാണ് എന്ന് ഭഗവാൻ തന്നെ ഇവിടെ നമ്മുടെ അടുത്ത് ഉപദേശിക്കുകയാണ്. അതായത് നിരന്തരം നമ്മുടെ ഈ ഗീതാ വിചാരം തന്നെ നടത്തിയാൽ മതിയാവും എന്നുള്ളത്. അപ്പോൾ അതിൽ കൂടെ തന്നെ ഭഗവത് ആരാധന നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാതപി യോ നരഃ സോപി മുക്ത ശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. പിന്നെ ഇതൊന്ന് കേട്ടാൽ തന്നെ മതി. ഇതിന് അതാണ് എങ്ങനെയാണ് ശ്രദ്ധാവാൻ, ശ്രദ്ധയുള്ളവനായിട്ട്, അനസൂയശ്ച അസൂയയില്ലാത്തവനായിട്ട്, കുറ്റം പറയാത്തവനായിട്ട്. അതാണ് അസൂയശ്ച എന്ന് പറയുന്നത്, കുറ്റം പറയാത്തവനായിട്ട്. അസൂയശ്ച അതായത് ഈ കുറ്റം പറയാന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഭഗവാനെ കുറ്റം പറയുക, ശാസ്ത്രത്തെ കുറ്റം പറയുക, ഉപദേശിക്കുന്ന ആളിനെ കുറ്റം പറയുക. അപ്പോൾ ഇതാണ് ജനറലായിട്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആധ്യാത്മികതയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കുറ്റങ്ങളെന്ന് പറയുന്നത് ഈ 3 മേഖലയിലാണ്. ഒന്ന് ഈശ്വരനെ കുറ്റം പറയുക, 2 ഗുരുവിനെ ഗുരു എന്ന് പറഞ്ഞാൽ പറയുന്ന ആളിന്, ആരാണോ പറയുന്നവർ എന്ന്. അപ്പം അത്രയേ ഉള്ളൂ ആ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. അല്ലാതെ വേറെ അർത്ഥമൊന്നും നമുക്ക് ആത്മജ്ഞാനം നൽകുന്ന ആളാണ് ഗുരു എന്നുള്ള ആ തരത്തിലുള്ള അർത്ഥമൊന്നും പറയണ്ട. ഇപ്പം ഇത് പറയുന്ന ആളിനെ കുറിച്ച് കുറ്റം പറയുക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ കുറ്റം പറയുക. ഇത് അപ്പം ഇങ്ങനെയുള്ള കുറ്റങ്ങൾ പറയുന്നതിനെയാണ് നമ്മൾ ഈ അസൂയ എന്നിവിടെ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അസൂയ എന്നിവിടെ പറയുന്നതുകൊണ്ട് അതിലൂടെ മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധി നമ്മളിവിടെ ചെലവഴിക്കുന്നില്ല, പകരം കുറ്റം പറയാൻ വേണ്ടിയിട്ട് ആ ബുദ്ധി ചെലവഴിച്ചിരിക്കുന്നു.
ഇത്രയും. അപ്പം അങ്ങനെയുള്ളവരെയാണ് അസൂയ ഉള്ളവരെന്ന് പറയുന്നത്. അപ്പോൾ അസൂയയില്ലാത്തവരായിട്ട് ശ്രദ്ധാവാൻ അനസൂയശ്ച അനസൂയച്ച എന്നുള്ള അനസൂയശ്ച ശൃണുയാത് അങ്ങനെയുള്ളവൻ കേൾക്കുകയാണെങ്കിൽ യഹ നരഹ ശൃണുയാത് യാതൊരുവനാണോ കേൾക്കുന്നത് സഹ അപി മുക്ത അങ്ങനെയുള്ള ആളും മുക്തനാകുന്നു. ശുഭാൻ ലോകാൻ പ്രാപ്നുയാത് മുക്തഹാസൻ മുക്തനായിക്കൊണ്ട് ശുഭമായിട്ടുള്ള ലോകങ്ങളെ ശുഭമായ ലോകം എന്ന് പറയുന്നത് വൈകുണ്ഠം തന്നെയാണ്. ശുഭമായിട്ടുള്ള ലോകത്തെ ലോകാൻ എന്നാണ് ബഹുവചനമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ശുഭമായിട്ടുള്ള ലോകങ്ങളെ, ഇനി ഒരു ലോകമാണെങ്കിൽ ഒരു ലോകം, ഇനി ഒരുപാട് ലോകങ്ങൾ വേണമെങ്കിൽ ഒരുപാട് ലോകങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ബഹുവചനം തന്നെ കൊടുത്തത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ലോകത്തിൽ എല്ലാ ആൾക്കാരും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങ് നിറഞ്ഞു പോകുമല്ലോ. അങ്ങനെ ചോദിച്ചുകൊണ്ട് വരുന്ന ആൾക്കാർ. അപ്പം ചിലരുടെ സ്വർഗം അങ്ങനെയാണ്. ചില വിഭാഗക്കാരുടെയൊക്കെ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു സ്വർഗമേ ഉള്ളൂ. ഇത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്ന് വരെ മരിച്ച ആൾക്കാരെ മുഴുവനും പിന്നെ ഇനിയും വരാൻ പോകുന്ന ആൾക്കാരും മരിച്ചതിന് ശേഷം അവിടെ ചെന്ന് കാണുന്നുണ്ടെങ്കിൽ അവസാനം ഒരു പരിധിയുണ്ടല്ലോ ലോകം അങ്ങനെ. അപ്പം ചെല്ലുന്ന ആൾക്കാർക്കനുസരിച്ച് ലോകം ഇങ്ങനെ കൂടി ആ ലോകം അങ്ങനെ കൂടി വരിക, ആൾ കൂടി വരികയാണ്. ഒന്നുകിൽ ലോകം ആളും ഒപ്പം കൂടിക്കൊണ്ടേയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ലോകം കൂടുന്നില്ല, ആൾക്കാർ ഇങ്ങനെ കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ മരണമില്ലല്ലോ, അവിടെ നിത്യസ്വർഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ഒരിക്കലും എണ്ണം കുറയത്തില്ല. ഇവിടുത്തെ ഭൂമിയിൽ നിന്നിലെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അത് മരണവും കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ തിക്കും തിരക്കും വളരെ കൂടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗലോകം വിശാലം എന്നവിടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശാലമായിട്ടുള്ള സ്വർഗ്ഗലോകമാണ്. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ വിശാലലോകം. അപ്പം ഭഗവാനാണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ കണ്ടിട്ടുന്ന വണ്ണം പറയുകയാണ്, അങ്ങനെ വിചാരിക്കേണ്ട. ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യത്തിൻ്റെ ലോകം സ്വർഗത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഒന്നല്ല. അതുകൊണ്ടാണ് ശുഭാൻ ലോകാൻ ശുഭമായിട്ടുള്ള ലോകങ്ങളെ എന്ന് പറഞ്ഞത്. നമ്മളൊരു ശുഭമായിട്ടുള്ള ലോകത്തിലേക്ക് ഈ കണ്ടീഷനെല്ലാം ഒത്തതിന് ശേഷം നമ്മൾ മുക്തനായിട്ട് ഒരു ലോകത്തിലേക്ക് പോകും. അവിടെ നമുക്ക് ലഭിക്കേണ്ടുന്നതായിട്ടുള്ള എല്ലാം അവിടെ കിട്ടുമെന്നുള്ളത് നമുക്കവിടെ ഉറപ്പ് വരുത്തും ഭഗവാൻ. ഇപ്പം അവിടെ എന്തെങ്കിലും കുറവാണെങ്കിൽ നമ്മളെ അവിടുന്ന് മറ്റൊരു ലോകത്തിലേക്ക് അങ്ങ് പറഞ്ഞു വിടും. നമ്മൾ പോലും അറിയത്തില്ല അല്ല, അവിടുന്ന് അങ്ങോട്ട് അടുത്ത ലോകത്തിലേക്ക് പറഞ്ഞു വിടും. അതുകൊണ്ടാണ് ശുഭാൻ ലോകാൻ എത്ര ലോകങ്ങൾ വേണമെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ടുള്ള 7 ലോകമാണോ സ്വർഗത്തിന് 3 തട്ടാണോ അതിനപ്പുറത്തേന്ന് പറഞ്ഞുകൊണ്ടൊന്നും നടത്തേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് വിവരമേ ഉള്ളൂ ഈ കാര്യത്തിനെക്കുറിച്ച് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇത്ര ലോകം എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയും ലോകങ്ങളൊന്നും അല്ല, ഇനിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം ഈ പുണ്യകർമ്മങ്ങളാൽ ലഭിക്കുന്നതായിട്ടുള്ള ഈ ശുഭമായിട്ടുള്ള ലോകങ്ങളെ പ്രാപ്നുയാത് അവൻ പ്രാപിക്കുന്നു. കച്ചിദേതശ്രുതം പാർത്ത ത്വയൈകാഗ്രേണ ചേതസ കച്ചിദജ്ഞാനസമ്മോഹഃ പ്രനഷ്ടസ്തേ ധനഞ്ജയ. കച്ചിത് എന്ന് പറഞ്ഞു കിം ഏതത് മയാ ഉക്തം ശ്രുതം ശ്രവണേന അവധാരിതം പാർത്ത കിം ത്വയാ ഏകാഗ്രേണ ചേതസാ ചിത്തേന കിം വാ പ്രമാദിതം. അർജുന കച്ചിദേതശ്രുതം പാർത്ത ത്വയൈകാഗ്രേണ ചേതസ. അർജുന, എൻ്റെ ഈ വാക്കുകളെ ത്വയ നിന്നാൽ ഏകാഗ്രേണ ചേതസ നല്ല ശ്രദ്ധയോടുകൂടിയിട്ട്, ശ്രദ്ധയുള്ള മനസ്സോടു കൂടിയിട്ട്, അല്ലെങ്കിൽ ഏകാഗ്രതയോട് കൂടിയിട്ട്, ഏകാഗ്രതയുള്ള മനസ്സോടു കൂടിയതായിട്ട് ഏതശ്രുതം കിം ഇത് കേട്ടോ അർജുന. കച്ചിദജ്ഞാനസമ്മോഹഃ പ്രനഷ്ടഃ കിം അജ്ഞാനസമ്മോഹഃ പ്രനഷ്ടഃ നിന്റെ അജ്ഞാനത്താൽ ഉണ്ടായതായ ആ മോഹം പ്രനഷ്ടഃ പോയോ അർജുന തേ. അല്ലയോ അർജുന, ഞാൻ പറഞ്ഞത് നീ ശരിയാവണ്ണം കേട്ടോ, ശ്രദ്ധയോടുകൂടി നീ കേട്ടോ, നിന്റെ മോഹം പോയോ? ഇതാണ് ഭഗവാൻ ചോദിക്കുകയാണ്. അവസാനം ആ ഒരു ചോദ്യവും കൂടെ ഉണ്ട്. അല്ലാതെ ഇനിയും ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു, ഇനി നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞാൽ പോയില്ല. പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധയോടുകൂടി കേട്ടോ, നിന്റെ സംശയങ്ങൾ മാറിയോ.
അവിടെ വേണേൽ ഉത്തരം ഒന്നാവാം, ശ്രദ്ധയോടുകൂടി ഞാൻ കേട്ടു പക്ഷേ എൻ്റെ സംശയം മാറിയില്ല ഒന്നാവാം. അതല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി എനിക്ക് ശ്രദ്ധ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു, അത് കാരണം വേണ്ടതും കേട്ടില്ല എന്ന് പറയുന്നതാവാം. അതല്ല എന്നുണ്ടെങ്കിൽ പറയാം ശ്രദ്ധയോടുകൂടി കേട്ടു, എൻ്റെ സംശയവും പോകാം. അപ്പോൾ ഇതാണ് ഫൈനൽ. ഇത് ഭഗവാൻ ഇത് ചോദിക്കുന്നു എന്നുള്ളത്. ഭഗവാൻ ഇത് ചോദിക്കുന്നു, അർജുൻ ഇതിന് സമാധാനം പറയണം. ഭഗവാൻ ആയതുകൊണ്ട് ചോദിക്കാം. ഇന്നത്തെ കാലത്ത് നമുക്ക് പിന്നെ ആരോടും ചോദിക്കാനൊന്നും പറ്റത്തില്ല, പിന്നെ നമുക്ക് ചോദിക്കേണ്ട ആവശ്യവും വരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് കാരണം അത്രയ്ക്കൊരു യുദ്ധക്കളത്തിൽ നിർത്തിക്കൊണ്ടല്ലോ നമ്മൾ ഉപദേശിക്കുന്നു. അതുകൊണ്ട് ആരുടെയും ഇങ്ങനത്തെ സന്നിഗ്ധ ഘട്ടത്തിൽ നിന്നുകൊണ്ടല്ല ആരും ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിലല്ല നമ്മൾ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല, ഉത്തരം കൊടുക്കേണ്ട ആവശ്യം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സന്നിഗ്ധ ഘട്ടത്തിലാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഉത്തരം അർജുനന് ഉത്തരം ലഭിച്ചോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണം ഭഗവാൻ അടുത്ത കാര്യം ചെയ്യാനുള്ളത്. കാരണം ഭഗവാൻ അവിടെ അർജുനന് മനസ്സിലാകുന്നിടം വരെയുമാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം ഇനിയും അവശേഷിക്കുന്നുണ്ടോ, ഉത്തരത്തിൽ തൃപ്തനാണോ, ഇതാണ് ചോദ്യം. കച്ചിത് അജ്ഞാന സമൂഹ. അപ്പം ഇവിടെ ഈ കച്ചിത് എന്നുള്ളതിനർത്ഥം കിമ്മെന്ന് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കച്ചിത്ത് എന്നുള്ള അർത്ഥം വാക്ക് കൊടുത്തിരിക്കുന്നത്. കച്ചിത് അജ്ഞാന സമൂഹ പ്രനഷ്ട തേ പ്രനഷ്ട. നിന്റെ ഈ സമൂഹം, അജ്ഞാനത്താലുണ്ടായ സമൂഹം നിനക്ക് പോയോ? നീ ശ്രദ്ധയോടുകൂടി കേട്ടോ, അജ്ഞാനത്താലുണ്ടായ സമൂഹം പോയോ? അപ്പോൾ ഇതിനകത്തുനിന്ന് അർത്ഥമുണ്ട്. ആ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാണ്: ശ്രദ്ധയോടുകൂടി കേട്ടോ, ജ്ഞാനം ലഭിച്ചുവോ? ജ്ഞാനം ലഭിച്ചാലല്ലേ അജ്ഞാനം പോകത്തുള്ളൂ. അതുകൊണ്ട് നിനക്ക് ജ്ഞാനം ലഭിച്ചോ അർജുന, അതിനാൽ നിന്റെ മോഹം പോയോ? അപ്പം ഭഗവാന്റെ അടുത്ത് അർജുനന് മറുപടി കൊടുക്കുകയാണ്. അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ ത്വത്പ്രസാദാത് മയാർച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹഃ കരിഷ്യേ വചനം തവ. നഷ്ടോ മോഹ, സമ്മോഹം പോയോ എന്ന് ചോദിച്ചു. അർജുനൻ പറയാണ് നഷ്ടോ മോഹ. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു നഷ്ടോ മോഹ, മോഹം നഷ്ടമായി, മോഹം പോയി എന്ന്. സ്മൃതിർ ലബ്ധ, എനിക്ക് സ്മൃതി ലഭിച്ചു. മോഹം പോയി കഴിയുമ്പോൾ എനിക്ക് സ്മൃതി ലഭിച്ചു. സ്മൃതി ജ്ഞാനമാണ് ഉദ്ദേശിക്കുന്നത്. സ്മൃതി ആത്മതത്വ വിഷയമായിട്ടുള്ള ജ്ഞാനത്തിനെയാണ്, ആ ജ്ഞാനം ആണ്, അല്ലെങ്കിൽ ആത്മസ്മൃതി എന്നൊക്കെ പറയും. എനിക്ക് ആത്മജ്ഞാനം ലഭിച്ചു എന്ന് പറയുന്നതിന് പകരം പറഞ്ഞിരിക്കുന്ന പ്രയോഗമാണിത്. സ്മൃതിർ ലബ്ധ ത്വത്പ്രസാദാത്, അങ്ങയുടെ പ്രസാദം മൂലം, നഷ്ടഃ മയ ത്വത്പ്രസാദാത് മയാച്യുത. ത്വത്പ്രസാദാത്, അങ്ങയുടെ പ്രസാദത്താൽ, അച്യുത അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പ്രസാദത്താൽ എനിക്ക് സ്മൃതി ലഭിച്ചിരിക്കുന്നു, എൻ്റെ മോഹം നഷ്ടമായിരിക്കുന്നു. സ്ഥിതോസ്മി ഗതസന്ദേഹഃ, സ്ഥിതഃസ്മി, ഞാൻ സ്ഥിതൻ. ഞാൻ മറ്റേത് ഞാൻ സ്ഥിതൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാനിതാ നേരെ നിൽക്കുന്നവനായി. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഇത് നയോത്സി ഇതി ഗോവിന്ദം ഉക്വാ തൂഷ്ണീം ബഭൂവഃ എന്നൊക്കെയുള്ള പ്രയോഗത്തിൽ അവിടെ നമുക്ക് കാണുകയുണ്ടായി. പ്രഥമ അധ്യായത്തിൽ തന്നെ അവിടെ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ ഗാന്ധീവം സ്രംസതേ ഹസ്താൻ മുഖം ച പരിശുഷ്യതേ വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ. ഇങ്ങനെയൊക്കെ ഗാന്ധീവം കയ്യിൽ നിന്നൂരിപ്പോകുന്നു, ഇങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥിതി മാറി എന്നുള്ളതാണ് സ്ഥിതോസ്മി. ഞാൻ ഉറച്ച നിൽക്കുന്നവനായി. ഗതസന്ദേഹ, പിന്നെ സംശയങ്ങളും ഒക്കെ മാറി. സന്ദേഹം എന്തായിരുന്നു? സന്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ഭീഷ്മദ്രോണാദികൾ യുദ്ധം ചെയ്യണോ, അവരെ കൊല്ലാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളതായിരുന്നല്ലോ. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ മരണ പോരാട്ടമാണ്. അവരെന്നെ കൊല്ലാതിരിക്കാൻ ഞാൻ അവരെ കൊല്ലണം, അത് ശരിയാണോ? ഇതായിരുന്നു ചോദ്യം. അപ്പം ഭഗവാൻ ആത്മജ്ഞാനമാണ് പറഞ്ഞത്, അല്ലാതെ അവരെ കൊല്ലണമെന്നോ കൊല്ലണ്ടെന്നോ അല്ല പറഞ്ഞു. ഭഗവാന് ഉള്ള സത്യം പറഞ്ഞു, ലക്ഷ്യം എന്ന് പറയുന്നതും മാർഗവും പറഞ്ഞു. അപ്പം ലക്ഷ്യവും മാർഗവും എന്ന് പറയുന്നത് സിംഹാസനം ലക്ഷ്യവും യുദ്ധം മാർഗവും എന്നുള്ളതല്ല പറഞ്ഞു കൊടുത്തത്. മുക്തി ലക്ഷ്യവും മാർഗം ജ്ഞാനവും, ജ്ഞാനത്തിന് സഹായകമായിട്ട് കർമ്മയോഗം. ഇങ്ങനെയാണ് അതിൻ്റെ ആ രീതി പറഞ്ഞു കൊടുത്തത്.
അപ്പോൾ ഇത്രയും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഭഗവാന്റെ അടുത്ത് അർജുനൻ പറയുന്നത്, ഗതസന്ദേഹ, എൻ്റെ സംശയമെല്ലാം പോയി, കരിഷ്യേ വചനം തവ. എന്നിട്ട് അതാണ് ഏറ്റവും നമുക്ക് ഈ ഫേമസ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇത് എന്താണ്, നഷ്ടോ മോഹസ്മൃതിയിലേക്ക്. പിന്നെ മറ്റേ സർവധർമാൻ പരിത്യജ്യ, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അടിക്കടിക്ക് എല്ലാ പ്രഭാഷണങ്ങളിലൊക്കെ സാധാരണ ഗീതയെക്കുറിച്ച് പറയുന്ന പ്രഭാഷണങ്ങളിലൊക്കെ എടുത്തു പറയുന്ന പ്രയോഗമാണ്. ഭഗവത്ഗീത കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനുണ്ടായ ഉത്തരം, അർജുനൻ്റെ പ്രസ്താവന എന്തായിരുന്നു എന്നൊക്കെയുള്ളത് എടുത്തു പറയുന്നതാണ്. കരിഷ്യേ വചനം തവ, തവ വചനം കരിഷ്യേ, നിൻ്റെ വചനത്തെ ഞാൻ അനുസരിക്കുന്നു എന്ന്, ഞാൻ ചെയ്യും എന്ന്. അപ്പോൾ ഭഗവാന്റെ വചനം എന്താണ്? ഭഗവാന്റെ വചനം ആദ്യത്തെ നമുക്ക് ഈ 1-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ അധ്യായത്തിലൊക്കെ അവിടെ ഭഗവാൻ അർജുനോട് ചെയ്യാൻ പറയുന്നത്, ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം. ഞാൻ അങ്ങയുടെ വാക്കുകൾ അനുസരിക്കുന്നു എന്നുള്ള പ്രയോഗത്തിൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രധർമ്മം നിർവഹിക്കുക എന്നുള്ളത്. അതാണ് ഇവിടെ ഇപ്പം കരിഷ്യേ വചനം തവ എന്നുള്ളത്. അല്ലാതെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കരിഷ്യേ വചനം തവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ, അധ്യേഷ്യതി ചെയ്യമം ധർമ്മ്യം സംവാദമാവയോഹോ ജ്ഞാനയജ്ഞേന തേനേഹം ഇഷ്ടം സ്യാമിതി മേ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാദപിയോ നരഹ. അപ്പം എൻ്റെ ഈ വചനങ്ങളെ ആര് പഠിപ്പിക്കുന്നു, അവർക്ക് ആര് പഠിക്കുന്നോ അല്ലെങ്കിൽ ആര് പഠിപ്പിക്കുന്നോ, അപ്പോൾ ഇവർക്കൊക്കെയുള്ള ഫലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അത് കരിഷ്യേ വചനം തവ എന്നുള്ളത് ആയിട്ട് നമ്മൾ എടുക്കരുത്. പകരം ഇവിടെ എൻ്റെ ശാസ്ത്രധർമ്മത്തെ ഞാൻ നിർവഹിക്കാം എന്നുള്ള പ്രയോഗമാണ് ഇവിടെ കരിഷ്യേ വചനം തവ. അപ്പം നമ്മളിവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശാസ്ത്രധർമ്മം ചെയ്യാൻ ഞാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാം എന്നുള്ളതല്ല. പകരം നമ്മൾ മറ്റേതെടുക്കണം. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കാം എന്നൊക്കെയുള്ള ആ ഒരു ഭാഗം നമ്മൾ എടുക്കുക. അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് സ്വീകരിച്ചു കൊള്ളണമെന്നുള്ള. അല്ല ഇനിയിപ്പം പോളിറ്റിക്സാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ തരത്തിലേക്ക് പോയിട്ട് അവിടെ കരിഷ്യേ വചനം തവ ആ മേഖലയിലാവാം. അല്ല ഇനി ബിസിനസ്സാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ മേഖലയിലോട്ട് ഇറങ്ങിയിട്ട് കരിഷ്യേ വചനം തവ എന്ന് പറയണം. കാരണം അർജുനന് യുദ്ധം ശാസ്ത്രധർമ്മമായതുകൊണ്ട് അതിലോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞ് കരിഷ്യേ വചനം തവ. നമുക്ക് ഇന്നത്തെ കാലത്ത് അതേമാതിരി പോകണമെന്നുണ്ടെങ്കിൽ വല്ല യുദ്ധം നടക്കുന്ന റഷ്യ ഉക്രൈൻ ബോർഡറിൽ പോവുകയോ അല്ലെങ്കിൽ അതിനൊന്നും സാധ്യമല്ലല്ലോ. അല്ലെങ്കിൽ അതേമാതിരിയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവസരം കിട്ടും, അത് വേറെ കാര്യം. അതല്ലാത്ത പക്ഷം എന്ന് പറയുന്നത് ഇവിടുത്തെ അപ്പോൾ ഇത് നമുക്കിവിടെ യുദ്ധത്തിന് അവസരം ഇല്ലാത്തത് കാരണം ചന്തയിലോട്ട് ഇറങ്ങിയ ആൾക്കാർ തല്ലുകൂടുന്നു അതിന്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ തല്ലുകൂടാൻ വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. അതാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള തല്ലെന്നുള്ള അർത്ഥമല്ല, അവിടെ മത്സരം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴും അവിടെ ഇതാണ് സ്ഥിതോസ്മി ഗതസന്ദേഹ, സംശയമില്ലാത്തവനായിട്ട് സ്വധർമ്മത്തിൽ വ്യാപരിക്കുന്നു എന്നാണ് അർജുനൻ പറയുന്നത്. ഈ സംവാദം ഇത് കേൾക്കുന്ന ഒരാളുണ്ട്, അത് സഞ്ജയനാണ്. ഇത് പറയുന്നത് ധൃതരാഷ്ട്രരോടാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗം മറക്കരുത്. അതായത് സഞ്ജയൻ ധൃതരാഷ്ട്രടുത്ത് പറയുകയായിരുന്നു എന്ന്. ധൃതരാഷ്ട്രയുടെ ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് നമ്മൾ ആദ്യം ഇത്രയും തീർത്തതിന് ശേഷം ചോദിച്ചത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധൃതരാഷ്ട്ര ഉവാച പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ടല്ലോ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. പാണ്ഡവരും കൗരവരും എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. അതിലാണ് ഭഗവത്ഗീത ഉപദേശം തന്നെ വന്നത്. അപ്പോൾ ആ ഭഗവത്ഗീത ഉപദേശം അതങ്ങനെ തന്നെ സഞ്ജയൻ ധൃതരാഷ്ട്രടുത്ത് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദം ഇമം അശ്രൗഷം അദ്ഭുതം രോമഹർഷണം. ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദം ഇമം അശ്രൗഷം അദ്ഭുതം രോമഹർഷണം. ഇതി അഹം വാസുദേവസ്യ, വാസുദേവൻ്റെ, പാർത്ഥസ്യ ച, പാർത്ഥൻ്റെയും, വാസുദേവൻ്റെയും പാർത്ഥൻ്റെയും, മഹാത്മനഃ എന്നുള്ള വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ. അപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ അവിടെ ഒരു വാക്ക്, അതായത്
ത്വത്പ്രസാദാത് മയാച്യുത എന്നുള്ളതിനകത്ത് മയ എന്നുള്ളൊരു വാക്കുണ്ട്. അതാണ് മയ എന്ന് പറഞ്ഞാൽ എന്നാൽ, അതായത് ത്വത്പ്രസാദം ആശ്രിതേന മയ, നിന്റെ പ്രസാദത്തെ സ്വീകരിച്ചിട്ടുള്ളവനായ എന്നാൽ എന്നുള്ളത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടവും മോഹം, എൻ്റെ മോഹം നഷ്ടമായി എന്നുള്ളത്. അപ്പം ഈ സഞ്ജയൻ്റെ ഈ പറച്ചിലാണ് മഹാത്മനഃ അപ്പം ഇവിടെ വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ, ഇവിടെ ഇപ്പോൾ മഹാത്മാവായിട്ട് വിളിച്ചിരിക്കുന്നത് പാർത്ഥനെയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. കാരണം ഇവിടെ ഇപ്പം പെട്ടെന്നാണ് ഇപ്പം അർജുനന് മഹാത്മാ എന്ന് സഞ്ജയൻ പറയുന്ന രീതിയിലേക്ക് മാറി സംഗതി. ഇത്യഹം വാസുദേവൻ മഹാത്മാവാണ്. ശ്രോതാവ് മഹാത്മാവായി കഴിഞ്ഞു. ഒരിക്കൽ ശ്രവണം ലഭിച്ചു കഴിഞ്ഞാൽ പഴയ അർജുനനല്ല ഇപ്പോഴുള്ളത്, പകരം മഹാത്മാ പാർത്ഥ. ഇതാരാ പറഞ്ഞത്? സഞ്ജയനാ പറഞ്ഞത്. ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ. ഇവിടെയാണ് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരിക്കലും ഇത് ശ്രവിച്ചു കഴിഞ്ഞാൽ ശ്രോതാവ് മഹാത്മാവായി. അങ്ങനെയാണ് ഈ മഹാത്മാക്കൾ ഉണ്ടാകുന്നത്. അതല്ലാതെ ആദ്യം പറഞ്ഞ ഗുരു മാത്രമായിട്ടല്ലല്ലോ പിന്നെ മഹാത്മാ എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും പഠിച്ച എല്ലാവരും മഹാത്മാക്കൾ എന്നുള്ള രീതി. ഇതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ ഈ മഹാത്മാ എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് ഫോർ സമ്മൺ എന്നുള്ള രീതിയിലല്ല. ആര് ശ്രവിച്ചു കഴിഞ്ഞാലും അവർ പിന്നെ മഹാത്മാവാണ്. അതുകൊണ്ട് ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ, മഹാത്മാവായ പാർത്ഥൻ്റെയും. ഇത് ശ്രവിക്കാൻ താല്പര്യം കാണിച്ചു, ശ്രവിച്ചു, ശ്രവണത്തിൻ്റെ ഫലമായിട്ടുള്ള ജ്ഞാനം ലഭിച്ചു, ജ്ഞാനത്തിന് ശേഷം തൃപ്തനായി, ഇത്രയും വന്നു കഴിഞ്ഞാൽ മഹാത്മാവായി. സംവാദമിമം അശ്രൗഷം അഹം അശ്രൗഷം, ഞാൻ കേട്ടു. എന്ത് സംവാദത്തെ? പാർത്ഥനും ഭഗവാനും തമ്മിലുള്ള ഈ സംവാദത്തെ, സംവാദം ഇമം സംവാദം, ഈ സംവാദത്തെ അശ്രൗഷം ഞാൻ കേട്ടു. എങ്ങനെയുള്ള സംവാദമാണ്? അത്ഭുതകരമായിട്ടുള്ള. ഇതെന്താ അത്ഭുതം എന്ന് പറഞ്ഞ്? അലൗകികമാകിയാലാണ് അത്ഭുതം. ലോകസംബന്ധമായ കാര്യമല്ല ഇവർ ചർച്ച ചെയ്തത്. ചുരുക്കത്തിൽ ഇതാണ്. അപ്പം ഇവിടെ ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ലോകസംബന്ധമായിട്ടുള്ള കാര്യത്തിലെ ലോകർക്ക് താല്പര്യം? സകലരും അതിനെയാണല്ലോ സംസാരികളെന്ന് പറയുന്നത്. ഈ ലോക വിഷയത്തിൽ താല്പര്യമുള്ള ആൾക്കാരെയാണ് സംസാരികളെന്ന് പറയുന്നത്. ഇവിടെ നടത്തിയ ചർച്ച ലോകസംബന്ധമല്ല എന്നുള്ളത്. അത് അത്ഭുതകരമായിട്ടുള്ളത്. അത്ഭുതം എന്ന് പറയുമ്പം അലൗകികമാണ്, അലൗകിക വിഷയമാണ്. അതുകൊണ്ട് ലോകരെടുത്ത് സംസാരികൾക്ക് ഇത് കേൾക്കാൻ താല്പര്യമുണ്ടാകത്തില്ല. പാർത്ഥൻ പക്ഷേ ഇത് കേട്ടതുകൊണ്ടാണ് മഹാത്മാ എന്നവിടെ പറയുന്നത്. അതായത് മഹാത്മാക്കളുടെ ഇടയിലുള്ള സംവാദമാണ് ഇത് എന്നായിട്ട് മാറി. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഭക്തനോടാണ് പറയുന്നത്. പറയുന്ന ആളും ഭക്തനായിരിക്കണം, ശ്രോതാവും ഭക്തനായിരിക്കണം. സംവാദം ഇമം അശ്രൗഷം. പിന്നത്തെ ഓപ്ഷൻ എന്താ? പിന്നത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഭഗവാനും ഭക്തനുമാണ്. അതാണ് ഭഗവാനും പാർത്ഥനുമായിട്ടുള്ളത്. പിന്നത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഭക്തനും ഭഗവാനും ഭക്തനുമായിട്ടുള്ള സംവാദമാവാം, പിന്നെ ഭക്തനുമായിട്ടുള്ള സംവാദം. പിന്നെ ചില ആൾക്കാർ ഭക്തനെ തന്നെ ഭഗവാനായിട്ട് കണ്ടുകൊണ്ട് എന്നിട്ടാണ് ഗുരു ഒക്കെയാണ് ഭഗവാൻ തന്നെയാണെന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള പ്രയോഗമുണ്ട്. ആ പ്രയോഗം നമുക്ക് ഈ പുരാണങ്ങളുടെ എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ തന്നെ കാണാം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കാര്യം പറയുന്നത് കൊണ്ട് ഭഗവാനെ പോലെ, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ അർത്ഥമൊന്നുമില്ല. അല്ലാതെ ഭഗവാന്റെ സകലവിധ ഗുണ ഐശ്വര്യങ്ങളോടും കൂടിയിട്ടുള്ളതെന്നുള്ള അർത്ഥത്തിലല്ല. ഓരോന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പം നമുക്ക് പറയുമല്ലോ, ഇപ്പം ഈ എന്താണ് ഈ ഭഗവാന്റെ ഇപ്പം വിഗ്രഹം എടുത്തുകൊണ്ട് എഴുന്നള്ളിച്ച് പുറത്തോട്ട് വരുന്ന ആൾക്കാരെ വരുമ്പോൾ എല്ലാവരും കൈകൂപ്പി തൊഴുന്നു. അപ്പം കൈകൂപ്പി തൊഴുമ്പോൾ ഈ വിഗ്രഹത്തെ അതായത് ഭഗവാൻ എഴുന്നള്ളിക്കുന്നതാണല്ലോ. അപ്പം ഭഗവാൻ എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ ഈ എല്ലാവരും കൈകൂപ്പി തൊഴുമ്പോൾ ഇതിൻ്റെ ഈ തൊഴൽ ആർക്കൊക്കെ കിട്ടുന്നു എന്നുള്ളത്. ഒന്ന് വിഗ്രഹമായിട്ടിരിക്കുന്ന ഭഗവാനില്ല. അപ്പം ഭഗവാനോടാണ് തൊഴൽ. പക്ഷേ ഇത് വിഗ്രഹത്തെ എടുത്തുകൊണ്ട് വരുന്ന ആൾക്കും കൂടെ തൊഴിൽ കിട്ടും. അല്ലാതെ അങ്ങനെ ഇദ്ദേഹത്തിന് ഒരു നിഷേധ മനോഭാവം കാണിക്കുകയും ഭഗവാനെ മാത്രം തൊഴിലും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതാണ് ആ തരത്തിലാണ്.
അതായത് ഈ എന്താണ് തിടമ്പെഴുന്നള്ളുക എഴുന്നള്ളിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വിഗ്രഹം കൊണ്ട് കൊണ്ടുവരുന്ന ആളിനെയും ഭഗവാനെ പോലെ തന്നെ എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ജ്ഞാനം പറയുന്ന ആളിനെയും ഭഗവാനെ പോലെ തന്നെ എടുക്കുന്നത്. ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. അല്ലാതെ അതിനകത്ത് എന്താ വിശിഷ്ടത്വം ലഭിച്ചുവിട്ട് എന്താണ് അവിടുന്ന് നമുക്ക് ശക്തി കിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതേമാതിരി എന്താണ് ഈ ഭഗവാൻ കാണിച്ച അഷ്ടൈശ്വര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഐശ്വര്യങ്ങളൊക്കെ അതൊക്കെ ഭഗവാന് മാത്രമായിട്ടുള്ളതാണ്, അതല്ലാതെ മനുഷ്യർക്കുള്ളതല്ല. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. പിന്നെ യോഗസിദ്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് സിദ്ധികളൊക്കെ വന്നു ചേരും. പക്ഷെ അതിനെല്ലാം പരിമിതി ഉണ്ടെന്നുള്ളതാണ്. ലിമിറ്റഡ് സിദ്ധികൾ എല്ലാവർക്കും ലഭിക്കും, അതിനകത്ത് എല്ലാം പരിമിതിയുണ്ട്. അപ്പോൾ അപരിമിതമായ ശക്തി, അപരിമിതമായ സിദ്ധി എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ സകല ആൾക്കാരും ഭഗവാനായി മാറിയത്. പക്ഷെ അങ്ങനെയല്ല, ഭഗവാൻ ഒന്നേ ഉള്ളൂ എന്ന് സാരം. അപ്പോൾ ഇത്യഹം വാസുദേവസ്യ വാർത്തസ്യ ച മഹാത്മനഃ സംവാദമിമമശ്രൗഷം അദ്ഭുതം രോമഹർഷണം എന്ന് പറയുന്നത്. രോമഹർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാകും. രോമാഞ്ചത്തിനാണ് രോമഹർഷണം. രോമാഞ്ചമുണ്ടാക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഈ സംവാദം കേട്ടിട്ട് വ്യാസപ്രസാദാശ്രുതവാൻ ഏതദ് ഗുഹ്യം അഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. വ്യാസപ്രസാദാശ്രുതവാൻ ഏതദ് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. അപ്പോൾ അവിടെ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, വ്യാസമഹർഷിയുടെ പ്രസാദം കൊണ്ട് എനിക്ക് സംവാദം കേൾക്കുവാൻ ഇടയായി എന്ന്. അതാണ് ഈ സഞ്ജയന് കിട്ടിയ വരം, അതായിരുന്നു അനുഗ്രഹം എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന യുദ്ധക്കളത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും സഞ്ജയന് അറിയാം. സഞ്ജയൻ്റെ ചെവിയിലും കണ്ണിൽപ്പെടാതെയും ചെവിയിൽ കേൾക്കാത്തതുമായിട്ടൊന്നും തന്നെ നടക്കാത്ത വിധത്തിലുള്ള ദിവ്യദൃഷ്ടിയാണ് അവിടെ കൊടുത്തത്. അതായത് മുഴുവൻ യുദ്ധക്കളവും ഒരേപോലെ കാണാനും ഒരേപോലെ സകലതും കേൾക്കത്തക്ക തരത്തിലുള്ള, അല്ലെങ്കിൽ മുഴുവൻ അറിയുക എന്നുള്ള ഒറ്റ ജ്ഞാനം, അതിൽ അറിയുക എന്നുള്ളതാണ് ദിവ്യദൃഷ്ടിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കേൾക്കാനും കാണാനും സാധിച്ചത്. അല്ലെങ്കിൽ സഞ്ജയൻ എവിടെ ഇരിക്കുന്നു, പോയിട്ട് അടുത്ത് നിന്ന് കേൾക്കുക, അല്ലെങ്കിൽ അടുത്ത് നിന്ന് പോയി കാണുക, അതൊന്നും സാധ്യമല്ല. അല്ലാതെ തന്നെ സകലതും അറിയുന്നത്, അതാണ് ദിവ്യദൃഷ്ടി. ആ ദിവ്യദൃഷ്ടി അനുഗ്രഹം മൂലം കിട്ടും എന്നുള്ളത് നമുക്കിവിടെ കാണാം. മഹർഷിമാരുടെ ദിവ്യതയും അവിടെ നമുക്ക് ഇതേമാതിരിയുള്ള ഈ മുമ്പ് പറഞ്ഞല്ല സകല സിദ്ധികളും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതും സാധ്യമാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഋഷിയെയും തന്നെ ഭഗവാന്റെ അവതാരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവതാരമൂർത്തികളും ധാരാളം കാണുന്നത്. അപ്പോൾ അവതാരമൂർത്തികൾ ലിമിറ്റഡ് സിദ്ധികളോട് ആയിട്ട് അല്ലെങ്കിൽ അൺലിമിറ്റഡ് സിദ്ധികളായിട്ടോ ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും. അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ഒക്കെ ശ്രീരാമചന്ദ്രനൊക്കെ പറയുമ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് സിദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. അതേസമയം പരിമിതമായിട്ടുള്ള സിദ്ധി കാണിക്കുന്ന അവതാരങ്ങളൊക്കെ ഉണ്ടാകും ധാരാളം. അതിനകത്ത് ഈ പുരാണങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 28 അവതാരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയൊക്കെ പരിമിതമായിട്ടുള്ള സിദ്ധികളായിരിക്കും. വ്യാസമഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ശ്രുതവാൻ ഞാൻ കേട്ടവനായി. അഹം ശ്രുതവാൻ ഞാൻ കേട്ടവനായി. മയാശ്രുതം എന്നാൽ കേൾക്കപ്പെട്ടു. അഹം ശ്രുതവാൻ ഞാൻ കേട്ടവനായി. ശ്രുതവാൻ ഏതത് ഇതിന് ഗുഹ്യം ഈ രഹസ്യമായിട്ടുള്ള ഇത് അഹം പരം ഗുഹ്യം രഹസ്യം എന്നുള്ളത് പരമായിട്ടുള്ള ഈ രഹസ്യമായിട്ടുള്ള ഇത് വ്യാസമഹർഷിയുടെ പ്രസാദം കൊണ്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചു. യോഗം യോഗേശ്വരാത് കൃഷ്ണാത് ഈ യോഗമാണ് ഞാൻ കേട്ടത്. ഇതാണ് യോഗം എന്ന് പറയുന്നത്. ഇതിനകത്തിപ്പം യോഗം എന്ന് പറയുമ്പോൾ അവിടെ ജ്ഞാനവുമായി കർമ്മയോഗവുമായി അങ്ങനെയുള്ള ആത്മസംബന്ധമായിട്ടുള്ള ഈ വിഷയം എനിക്ക് അതിനെയാണ് യോഗം. യോഗേശ്വരാത് കൃഷ്ണാത് യോഗേശ്വരനായ കൃഷ്ണനിൽ നിന്ന്. അപ്പോൾ ആരിൽ നിന്നാണ് കേട്ടതെന്നാണ് സാക്ഷാൽ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണനിൽ തന്നെ അർജുനന് കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചതുപോലെ ഇവിടെ സഞ്ജയനും ഈ ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളത്. അപ്പം സഞ്ജയനും ഭാഗ്യം സിദ്ധിച്ചു കഴിയുമ്പോൾ ഇവിടെ സഞ്ജയനും യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് വിളിക്കേണ്ടത്? മഹാത്മാ എന്ന് തന്നെയാണ് സഞ്ജയനെയും ഇവിടെ നമ്മൾ വിളിക്കേണ്ടത്. സഞ്ജയൻ പിന്നെ
അത് കഴിയുമ്പോൾ ധൃതരാഷ്ട്രം കേട്ടു. ഇപ്പം ധൃതരാഷ്ട്രം കേട്ട് കഴിയുമ്പോൾ ധൃതരാഷ്ട്രം മഹാത്മാ തന്നെയാണ്. യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. സാക്ഷാത് കൃഷ്ണാത് കഥയത, ഭഗവാൻ തന്നെ സ്വയം, ഭഗവാനിൽ തന്നെ എനിക്ക് ഭഗവാനിൽ പറയപ്പെട്ടത് തന്നെ, കഥയത പറയപ്പെട്ടത് തന്നെ, യോഗം പറയപ്പെട്ട യോഗത്തെ, കഥയത ഭഗവാനിൽ നിന്ന് പറയപ്പെട്ടതായിട്ടുള്ള ഈ യോഗത്തെ എനിക്ക് സ്വയം ഭഗവാനിൽ തന്നെ കേൾക്കുവാൻ സാധിച്ചു. രാജൻ സംസ്മൃത്യ സംവാദമിമദ്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമി ച മുഹുർമുഹു. രാജൻ, അല്ലയോ രാജാവേ, ധൃതരാഷ്ട്രനാണ് ഇവിടുത്തെ രാജാവേ, സംസ്മൃത്യ സംവാദം, ഇമമദ്ഭുതം സംവാദം, ഈ അത്ഭുതകരമായിട്ടുള്ള സംവാദത്തെ സംസ്മൃത്യ വിചാരം ചെയ്തിട്ട് കേശവാർജുനയോഹോ സംവാദം, കേശവൻ്റെയും അർജുനൻ്റേതുമായിട്ടുള്ള ഈ സംവാദത്തെ വീണ്ടും വിചാരം ചെയ്തിട്ട് പുണ്യം സംവാദം, പുണ്യകരമായിട്ടുള്ള സംവാദത്തെ ഹൃഷ്യാമി ച മുഹുർമുഹു, വീണ്ടും ഞാൻ ഹൃഷ്യാമി, ഞാൻ ഹർഷത്തോടു കൂടിയവനായിട്ടിരിക്കുന്നു. ഹൃഷ്യാമി എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നവനായിട്ടിരിക്കുന്നു, വീണ്ടും ആനന്ദിക്കുന്നു. ഹൃഷ്യാമി, ഹർഷണം, ആനന്ദം, ഞാൻ വീണ്ടും സന്തോഷിക്കുന്നു. അപ്പോൾ ഇത് സഞ്ജയൻ ഇത് കേട്ടിട്ട് വീണ്ടും ഇത് ചിന്തിച്ചുകൊണ്ടേ ഇരുന്ന് അങ്ങനെ ഇരിക്കുന്നു എന്നാണ് ഇവിടെ സഞ്ജയൻ പറയുന്നത്. അതായത് സഞ്ജയൻ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഓർത്തു വെച്ചിരുന്നു എന്നുള്ളതാണ്, ഒരു വാക്കും ഒന്നും വിടാതെ. അതായത് സഞ്ജയൻ കേട്ടതും പിന്നെ ധൃതരാഷ്ട്രരോട് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സമയമുണ്ടായി, ഒരുപാട് ദിവസങ്ങളുണ്ടായി. പക്ഷേ എങ്കിൽ കൂടിയും ഒന്നും തന്നെ സഞ്ജയൻ വിട്ടുപോയില്ല. അതങ്ങനെ തന്നെ ധൃതരാഷ്ട്രടുത്ത് പറഞ്ഞു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, സഞ്ജയൻ എന്താ പറഞ്ഞത്, ഇതിനെ ഞാൻ എപ്പോഴും വീണ്ടും രാജൻ സംസ്മൃത്യ, അതായത് ഈ ധൃതരാഷ്ട്രരുടെ അടുത്ത് പറയുന്നിടം വരെയുള്ള സമയത്ത് ഇത് തന്നെ വീണ്ടും ഇങ്ങനെ സഞ്ജയന് സംസ്മൃത്യ വീണ്ടും ഇതിനെ സ്മരണം സ്മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ദിവസങ്ങളോളം സ്മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാം. കാരണം ഈ സംവാദം നടന്ന 1-ാം ദിവസമാണ്. പിന്നെ ധൃതരാഷ്ട്രടുത്ത് പറയുന്നത് 10-ാം ദിവസം, അതായത് ഭീഷ്മപിതാമഹൻ ശരം കൊണ്ട് വീണതിന് ശേഷമാണ് ഈ സംവാദം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ദിവസവും ഈ സഞ്ജയം ഇങ്ങനെ സ്മരിച്ചുകൊണ്ടേയിരുന്നു. തച്ച സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ. പിന്നെ ഇത് കേൾക്കുന്നതിനോടൊപ്പം ഒന്നുകൂടെ സംഭവിച്ചു. അതായത് ഭഗവാൻ അവിടെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു അർജുനന്. ആ അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപവും കാണാനുള്ള സൗഭാഗ്യം സഞ്ജയന് ലഭിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സഞ്ജയൻ ആരാണ്? വ്യാസപ്രസാദ. അതുകൊണ്ടാണ് വ്യാസമഹർഷിയുടെ, അതായത് മഹാത്മാവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയാൽ മതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് സഞ്ജയന് ഒരു കാരണവും കിട്ടാത്ത, ഒരു കാരണവുമില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ കാരണമുള്ളത് കൊണ്ടാണല്ലോ സഞ്ജയന് വ്യാസമഹർഷിയിൽ നിന്നുള്ള കിട്ടിയത്. അപ്പം നമുക്ക് കാരണമില്ലാന്ന് തോന്നിയാലും സഞ്ജയന് അത് കാണത്തക്ക വിധത്തിലും കേൾക്കത്തക്ക വിധത്തിലുള്ളൊരു അനുഗ്രഹം കിട്ടാനുള്ള കാരണം അവിടെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, എന്താണ് കണ്ടത്? അതായത് ഭഗവാന്റെ വിശ്വരൂപ ദർശനം. അതും പറയാണ്, തച്ച സംസ്മൃത്യ രൂപമത്യുദ്ഭുതം ഹരേഹേ അദ്ഭുതം രൂപം. അത് സംസ്മൃത്യ, അപ്പോൾ ആ കണ്ട അത്ഭുതകരമായ ഹരിയുടെ അത്ഭുതകരമായ രൂപത്തെ സ്മരിച്ചിട്ട് എന്നുള്ളത്. അപ്പം ശ്രവിച്ചതും അതേമാതിരി ദർശിച്ചതുമായിട്ടുള്ള ഈ അത്ഭുതകരമായ കാര്യത്തെ വീണ്ടും ഇങ്ങനെ ഞാൻ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കണ്ണിൻ്റെ മുമ്പിൽ നിന്നും ചെവിയിൽ നിന്നും വിട്ടുമാറുന്നില്ല. ഇതാണ് വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ. വിസ്മയ, ആ വിസ്മയം അത് കണ്ടിട്ട്
അതിനെ കണ്ടിട്ട് ഹൃഷ്യാമി ച പുനഃ പുനഃ, വീണ്ടും വീണ്ടും ഞാൻ ആഹ്ലാദിക്കുന്നു, അല്ലയോ രാജൻ. എന്നിട്ട് പിന്നെ സഞ്ജയൻ്റെ എന്താണ് പറയുന്നത്, സഞ്ജയൻ്റെ സ്വന്തമായ രീതിയിലും കൂടെ ഇതുവരെ നടന്ന ആ ഒരു സംഭവത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം സഞ്ജയൻ സ്വന്തം വാക്കിലൂടെ പറയുകയാണ്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവാ നീതിർ മതിർമമ. സഞ്ജയൻ പെട്ടെന്ന് മഹാത്മാവായി നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ. അപ്പം ഒരു മഹാത്മാവിൻ്റെതായ രീതിയിലുള്ള വാക്കുകളാണ് സഞ്ജയൻ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രയോഗം എല്ലാം ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒന്നാണ്, എല്ലായിടത്തും കോട്ട് ചെയ്യുന്നതാണ്. എത്ര യോഗേശ്വര കൃഷ്ണ. അപ്പോൾ സഞ്ജയൻ അറിഞ്ഞു ഈ കൃഷ്ണൻ യോഗേശ്വരനാണെന്ന്. സഞ്ജയൻ അവിടെ കണ്ടു, അതായത് ഭഗവാന്റെ വിശ്വരൂപത്തെ കണ്ടു, ഭഗവാന്റെ വാക്കുകൾ കേട്ടു. എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര. അതേമാതിരി ക്ഷീണിതനായ അർജുനനെയും പിന്നെ ക്ഷീണമെല്ലാം അകന്നിട്ട് ഞാൻ അങ്ങയുടെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്സാഹത്തോടുകൂടി നിൽക്കുന്ന പാർത്ഥനെയും അവിടെ സഞ്ജയൻ കണ്ടു. അതാണ് എത്ര പാർത്ഥോ ധനുർധര. ധനുർധാരിയായിട്ടുള്ള പാർത്ഥനും എവിടെയുണ്ടോ, എത്ര എന്ന് പറഞ്ഞാൽ എവിടെയുണ്ടോ യോഗേശ്വരനായ കൃഷ്ണൻ, എവിടെയുണ്ടോ ധനുർധരനായ പാർത്ഥൻ, തത്ര അവിടെ ശ്രീ ഐശ്വര്യം വിജയ, അവിടെയാണ് വിജയം, അവിടെയാണ് ഐശ്വര്യം, അവിടെയാണ് വിജയം. ഭൂതി, ഈ ഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഐശ്വര്യത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് ഈ ഭൂതി എന്ന് പറയുന്നത്. ഭൂതി ശ്രിയ വിശേഷ വിസ്താര ഭൂതി. അപ്പോൾ ഈ ഐശ്വര്യത്തിൻ്റെ വിശേഷകരമായ വിസ്താരത്തിനെ ഭൂതി എന്ന് പറയും. അപ്പോൾ നമുക്കതിനെ പറയുന്നത്, ഇപ്പോൾ ഐശ്വര്യം എന്ന് പറയുന്നതും പിന്നീട് ഇപ്പം ഈ നല്ല ഐശ്വര്യമുണ്ട്, പ്ലസ് ഈ നമുക്ക് ആ ഐശ്വര്യം പ്രകടമാവുന്നു, ഇപ്പോൾ സമ്പത്തായിട്ട് പ്രകടമാവുന്നു, അത് അങ്ങനെയൊന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അധികാരമായിട്ട് പ്രകടമാവുന്നു. ഒരുവന് സമ്പത്തുണ്ട്, സമ്പത്ത് എങ്ങനെ പ്രകടമാവുന്നു? സമ്പത്ത് കെട്ടിടങ്ങളായിട്ട് പ്രകടമാവുന്നു, അല്ലെങ്കിൽ ഭൂമിയായിട്ട് പ്രകടമാവുന്നു, അല്ലെങ്കിൽ സ്വർണമായിട്ട് പ്രകടമാവുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതി പ്രകടമാവുന്നുണ്ട്. അപ്പോൾ അത് രണ്ടിനെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രയോഗം നടത്തിയിരിക്കുന്നത്. ശ്രീയെന്നും ഭൂതിയെന്നും പറഞ്ഞിരിക്കുന്ന പ്രയോഗം നടത്തിയിരിക്കുന്നത്. ഐശ്വര്യവും പിന്നെ ഐശ്വര്യത്തിൻ്റെ വിസ്താരവും. തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവാ നീതി മതിഹി. അപ്പം പിന്നെയുണ്ട്, അവിടെയാണ് നീതിയുള്ളത്, അവിടെയാണ് മതിയുള്ളത്. മമ മതി, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ മതിയില്ല, മമ മതി. ധ്രുവ നീതി, ഇതാണ് മമ മതി. അപ്പോൾ അവിടെയാണ് നീതിയുള്ളത്, ഇതാണ് എൻ്റെ അഭിപ്രായം. ഏവം മതിഹി മമ, ഇവിടെ മതിഹി ഉണ്ട് കേട്ടോ, മതിർ മമ മതിഹി. ഇപ്രകാരം എവിടെയാണോ എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണൻ, എവിടെയാണോ ധനുർധരനായ പാർത്ഥൻ, അവിടെ തന്നെയാണ് ശ്രീയുള്ളത്, വിജയമുള്ളത്, ഭൂതിയുള്ളത്, പിന്നെ ഉറച്ച നീതിയുള്ളത്. ഇതാവുന്നു എൻ്റെ അഭിപ്രായം. ഇതി ശ്രീ മഹാഭാരതേ ശതസാഹസ്ര്യാം സംഹിതായാം വൈയാസിക്യാം ഭീഷ്മപർവണി ശ്രീമദ് ഭഗവദ്ഗീതാസു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ മോക്ഷസന്യാസയോഗോ നാമ 18 ഇപ്രകാരം ഈ മഹാഭാരതത്തിൽ ശതസാഹസ്ര്യാം, ഈ 1,00,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തിൽ, ശതസാഹസ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 ശ്ലോകങ്ങളുള്ള ഈ മഹാഭാരതത്തിൽ സംഹിതായ, ഭാരത സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് സംഹിത വൈയാസിക്യാം, വ്യാസമഹർഷിയുടേതായിട്ടുള്ള അതാണ് വൈയാസിക്യാം.
അതിൽ ഭീഷ്മപർവണി, ഭീഷ്മപർവത്തിൽ ഈ പർവ്വങ്ങളായിട്ടാണല്ലോ തിരിച്ചിരിക്കുന്നത്, 18 പർവ്വങ്ങളാണുള്ളത്. അതിനകത്ത് ഭീഷ്മപർവണി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു, ഈ ശ്രീമദ് ഭഗവത്ഗീത ഗീതാസു ഉപനിഷത്സു ഭഗവത്ഗീതയിൽ എന്നുണ്ട്. അത് രണ്ടിനും കൂടി ചേർത്തിട്ട് ഭഗവത്ഗീതാസു ഉപനിഷത്സു എന്നുള്ളതാണ് ആ പ്രയോഗം. ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ, അപ്പോൾ അതിനകത്താണ് ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രത്തെയും പ്രതിപാദിക്കുന്നതായ ഈ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണാർജുന സംവാദി, അതിൻ്റെ വിശേഷം ശ്രീകൃഷ്ണാർജുന സംവാദമായ രൂപമായിട്ടുള്ള ഭഗവത്ഗീതയിൽ മോക്ഷസന്യാസ യോഗോ നാമ, ഈ മോക്ഷസന്യാസം എന്ന പേരോട് കൂടിയിട്ടുള്ള അഷ്ടാദശോധ്യായ ഈതി, ഈ 18-ാം അധ്യായം സമാപിച്ചു. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അങ്ങനെ നമ്മുടെ ഭഗവത്ഗീത അവസാനിച്ച സ്ഥിതിക്ക് ഇനിയിപ്പം നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് ബ്രഹ്മസൂത്രം എടുക്കാം. കുഴപ്പമില്ലല്ലോ.